You are listening to Kerala's number one FM, Club FM. This is Love Bites. പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം, കൂടെ മനസ്സ് നിറയെ പ്രണയവുമായി റീനു. കൊഴിഞ്ഞു വീഴുന്ന പൂവിൻ്റെ വേദന വിടരാൻ കൊതിക്കുന്ന പൂവിനറിയാമായിരുന്നുവെങ്കിൽ ആ പൂവ് ഒരിക്കലും വിടരില്ലായിരുന്നു. അതുപോലെ തന്നെ വേർപാടിൻ്റെ വേദന എന്താണെന്നറിഞ്ഞെങ്കിൽ ഞാൻ ആരെയും സ്നേഹിക്കില്ലായിരുന്നു. പറയാൻ എത്ര എളുപ്പം. നഷ്ടപ്പെടും എന്നറിയുമായിരുന്നെങ്കിൽ ഞാൻ പ്രണയിക്കില്ലായിരുന്നു എന്ന്. വെറുതെയാണ്. പലപ്പോഴും നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ വീണ്ടും പ്രണയിക്കാറുണ്ട്. അതാണ് പ്രണയത്തിൻ്റെ മാസ്മരിക ശക്തി. ആ പ്രണയത്തെ അറിയുന്ന എല്ലാവർക്കും ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് സ്വാഗതം. കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ്എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. ഞാൻ റീനു ആണെങ്കിൽ എൻ്റെ കൂടെ ബിജു മേനൻ കൂടെ ഉണ്ട്. ഹായ് സാർ. പ്രണയവർണ്ണങ്ങളിൽ പ്രണയം പറയാൻ പേടിക്കുന്ന ഒരു നായകനായിട്ടാണ് ബിജു മേനനെ കാണിക്കുന്നത്. റിയൽ ലൈഫിൽ അങ്ങനെ പ്രണയം പറയാൻ പേടിക്കുന്നൊരു വ്യക്തിയാണോ ബിജു? ഒരിക്കലല്ല. പ്രണയം എൻ്റെ ജീവിതത്തിൽ എന്നും ഞാൻ തുറന്നു പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ഒരു റൊമാൻറ്റിക് ആളൊന്നുമല്ല. ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കിഷ്ടമാണ്, തനിക്ക് താല്പര്യമുണ്ടോ അങ്ങനെ രീതിയിലൊക്കെ ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ ഭയങ്കര ഒരു റൊമാൻറ്റിക് ആയിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. നമുക്ക് വഴിയെ അറിയാം ലവ് ബൈറ്റ്സ് കഴിയുമ്പോഴത്തേക്കും. എന്നാലും നിങ്ങളൊരു കാര്യം ചെയ്യണേ, ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്തിട്ട് ക്ലബ് എഫ്എം കോൺടെസ്റ്റ് പേജിൽ പോയി ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരണം കേട്ടോ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ബിജു മേനൻ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. I have a very manly person in the studios of Club FM. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ബിജു മേനൻ. ബിജു മേനൻ വളരെ മാൻലി ആയിട്ടുള്ള ഒരാളാണ്. അതെ, താങ്കളുടെ പ്രപ്പോസലും അങ്ങനെ തന്നെയായിരുന്നോ? തീർച്ചയായിട്ടും. എക്സ്പ്ലെയിൻ ചെയ്യണം. അതൊരു പ്രപ്പോസൽ ഞങ്ങളുടെ ഒരു ഇതാദ്യമായിട്ടുണ്ടാകുന്നു പറഞ്ഞാൽ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുമ്പ് പ്രേക്ഷകരും എല്ലാവരും ഞങ്ങൾ ഇഷ്ടമായിരുന്നെങ്കിൽ എന്ന രീതിയിൽ ആൾക്കാർ സംസാരിക്കാനും എല്ലാം തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും തൃശ്ശൂർ നിന്നാണ്. ഞങ്ങൾ ഫാമിലി ടു ഫാമിലി അറിയാം. എല്ലാവരും ഒരേ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്ത റിലേഷൻ ആയതുകൊണ്ട് കൂടുതലൊരു പ്രണയത്തിന്റെ ഒരു അഭ്യർത്ഥനയായിട്ടൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. എല്ലാ റിലേഷൻഷിപ്സും ഇങ്ങനെ ആയിരിക്കണം എന്നാണ് പ്രണയിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്ത് ചെയ്യാനാ, മിക്കവാറും തന്നെ വീട്ടുകാർ എതിർക്കാനാ വഴി. അല്ല, അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മൾ അതുപോലെ ചില കുടുക്കിലൊക്കെ ചെന്ന് ചാടുവേ. പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് ഒരു മെസ്സേജ് അയക്കണോ? നമ്പർ 56070, ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ടു ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഞാൻ അത്ര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല എന്ന മുൻകൂർ ജാമ്യത്തോടെയാണ് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ബിജു മേനൻ ഇരിക്കുന്നത്. ബിജു പറഞ്ഞു സമിതിയുടെ അടുത്ത് അങ്ങനെ പ്രത്യേക ഒരു റൊമാൻറ്റിക് പ്രപ്പോസലൊന്നും ഉണ്ടായില്ല എന്ന്. എന്തായാലും എന്താന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? വെരി ഫ്രാങ്ക്ലി പറഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്ടമാണോ അങ്ങനത്തെ ഒരു ചോദ്യമൊന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് എന്നുള്ള രീതിയിലായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. എങ്ങനെയാണ് കാര്യങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിനെ പറ്റി, ഒരുമിച്ചുള്ള ജീവിതത്തെ പറ്റി ചിന്തിച്ചാലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും. ഇഷ്ടമെന്ന ഒരാളോട് തുറന്നു പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ കവിതാക്കൾക്കും തന്നെ ഒരു നാണം മുഖത്തുണ്ടാവും. ബിജു മേനൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സംയുക്തയുടെ മുഖത്ത് ആ നാണം ഉണ്ടായിരുന്നോ? ഒട്ടുമില്ല. സംയുക്തയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഞാൻ ഭയങ്കര കുഴപ്പം പിടിച്ച ആളാണോ എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ആണോ? കുഴപ്പമില്ലാത്ത ആരുമില്ലല്ലോ. ആക്ച്വലി കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ലാത്ത കുഴപ്പങ്ങളാന്ന് പറയില്ല ആ രീതിയിൽ എല്ലാവർക്കും. സംയുക്ത ഇപ്പോഴും പറയും, ഇപ്പൊ അന്നത്തേക്കാൾ ഞാൻ ഇപ്പൊ ബെറ്റർ ആണെന്നാണ് സംയുക്ത പറയണത്. നീ ഇതിനേക്കാൾ കുഴപ്പമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ തന്നെയാ നല്ലത്. സാധാരണ എല്ലാരും പറയാറ് പ്രണയത്തിന്റെ സമയത്ത് കുഴപ്പക്കാരനൊന്നും അല്ലായിരുന്നു, പിന്നെ കുഴപ്പക്കാരനാന്നാ. കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ് ആണ് വിത്ത് റീനു ആൻഡ് ബിജു മേനൻ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.